40 മിനിറ്റിലെ ആദ്യ ഗോൾ അടിച്ചു എംബാപ്പെ. ആ ഗോളോട് കൂടി എംബാപ്പെ ഈ ലോകകപ്പിൽ 8 ഗോളോട് കൂടി ടോപ്പ് ഗോൾ സ്കോററായി മെസ്സിക്കൊപ്പം. മെസ്സിയും 8 ഗോൾ അടിച്ചിട്ടുണ്ട്. എംബാപ്പയും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ 8 ഗോളോട് കൂടി മെസ്സിക്കൊപ്പം 1ാം സ്ഥാനത്തുണ്ട്. എംബാപ്പയും സംഘവും അങ്ങനെ 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ടീമായി. ക്വാർട്ടർ ഫൈനൽസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസും മൊറോക്കോയും കൂടി ഏറ്റുമുട്ടിയപ്പോൾ 2-0 എന്നുള്ളൊരു കംഫർട്ടബിൾ സ്കോറിന് ഫ്രാൻസ് ജയിച്ച് സെമി ഫൈനൽ കയറുന്ന ആദ്യത്തെ ടീമായി. ആദ്യ പകുതി കണ്ടപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം ലെവലിലാണ് എനിക്ക് തോന്നിയത്. എംബാപ്പയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടിയിരുന്നു. പെനാൽറ്റി എംബാപ്പെ പാഴാക്കി. എംബാപ്പയുടെ ഷോട്ട് അതൊരു വീക്ക് ഷോട്ടാന്ന് ഞാൻ പറയുള്ളൂ. എനിവേ ആ ഷോട്ട് മൊറോക്കൻ ഗോൾ കീപ്പർ തടുക്കുന്നു. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഫ്രാൻസ് കൊണ്ടുപോയി കൊള്ളാക്കിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യരുടെ പോരാട്ടമാണ്. അപ്പോൾ ഏതായാലും 1ാം പകുതി ഇങ്ങനെയാണ്. അപ്പോൾ 2ാം പകുതി ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തിരിച്ചടിയും കൊടുത്ത് 0-0 സമനില. അത് ചിലപ്പോൾ മിക്കവാറും ഒരു എക്സ്ട്രാ ടൈമോ അത് കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ പോയി ഷൂട്ടൗട്ടിലായിരിക്കും ചിലപ്പോൾ വിധി പറയുക എന്ന ലെവലിലൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗോളടിക്കും, തിരിച്ച് എതിർ ടീം ഒരു ഗോളടിക്കും. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ മൊറോക്കോയും നെതർലൻഡ് ഏറ്റുമുട്ടിയ പോലെ അവസാനം ഷൂട്ടൗട്ടിൽ കൊണ്ടുവച്ചിട്ട് കളി അവസാനം മൊറോക്കോ എടുത്ത പോലെ അങ്ങനെ ആവുമോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള വകുപ്പൊന്നും ആയില്ല. 2ാം പകുതി ഫ്രാൻസ് മൊത്തമായിട്ട് എടുത്തു. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഡംബലയും കൂടി 2 പേരും കൂടി 2 ഗോൾ അടിച്ചിട്ട് അതങ്ങോട്ട് ഫിനിഷാക്കി. 9 ഷോട്ട് ഓൺ ടാർഗറ്റാണ് ഫ്രാൻസിൻ്റെ ഭാഗത്തുണ്ടായത്. അത് 2 അവർ ഗോളാക്കി. ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റാണ് മൊറോക്കോയുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ കളിയുടെ ആധിപത്യം എങ്ങനെയാണ്. 1ാം പകുതിയേക്കാൾ എനിക്ക് ഫ്രാൻസിൻ്റെ 2ാം പകുതിയാണ് ഇഷ്ടപ്പെട്ടത്. 2ാം പകുതി ഒന്നും കൂടിയും ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. പ്രത്യേകിച്ച് എംബാപ്പെ ആ ഗോൾ അടിച്ചതിന് ശേഷം. മൊറോക്കയ്ക്ക് പിന്നെ ഒരു മറുപടി പറയൊന്നുമില്ല. അവർ ആ സമനില പിടിച്ച ആ സമയങ്ങളിൽ ഒരു തിരിച്ചടി എന്ന ലെവലിൽ അവർ എന്തൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ ഒരു എംബാപ്പെ ഒരു ഗോൾ അടിച്ചതിന് ശേഷം പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതീക്ഷക്കത്ത പ്രകടനം അവരിന്ന് കാഴ്ചവെക്കാൻ പറ്റിയില്ല. ഈവൻ എംബാപ്പെ ഫസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം കളി കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ നമ്മുടെ മൊറോക്കൻ ടീമിന് ഇതിനൊരു മറുപടി ഉണ്ടാവില്ല. പിന്നെ 66-ാം മിനിറ്റിൽ ഡെമ്പലും കൂടി ഒരെണ്ണം കൂടി അടിച്ചതുകൂടി എല്ലാം ശുഭമായി തീരുമാനമായി. പിന്നെ അവർക്കൊരു മറുപടി ആയിരുന്നു ഉണ്ടായില്ല. എനിവേ കളി കഴിഞ്ഞപ്പോൾ മൊറോക്കൻ കളിക്കാരുടെ ഭാഗത്തുനിന്ന് വലിയൊരു കരച്ചിലോ അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല. കാരണം അവർ ഓൾറെഡി അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. 2ാം ഗോൾ 66-ാം മിനിറ്റിൽ അടിച്ചിട്ട് തിരിച്ചവർക്കൊരു മറുപടി ഉണ്ടായില്ല. 66 മിനിറ്റ് കഴിഞ്ഞ് 90 കഴിഞ്ഞ് 6 മിനിറ്റ് എക്സ്ട്രാ ടൈമും കഴിയുമ്പോഴും ഒരു മറുപടി പോലും മൊറോക്കോയുടെ ഭാഗത്ത് ഉണ്ടായില്ല. അപ്പോൾ ഓൾറെഡി അവർ 2ാമത്തെ ഗോൾ അടിച്ചപ്പോൾ ഓൾറെഡി അവർ എക്സ്പെക്റ്റഡ് ആണ് ഈ കളി ഞങ്ങളുടെ കയ്യിൽ കിട്ടില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കണം വലിയൊരു രോഷപ്രകടനമോ അല്ലെങ്കിൽ വലിയൊരു ഇതൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. എനിവേ അനിവാര്യമായൊരു വിജയം തന്നെയാണ് ഫ്രാൻസ് കരസ്ഥമാക്കിയത്. എന്തുകൊണ്ടും ഫ്രാൻസ് തന്നെ യോഗ്യമായ ടീം തന്നെയാണ്. ഡെഷാംസിൻ്റെ കോച്ചിങ്ങും എംബാപ്പെ, ഡെമ്പലെ, ഡുയെ, ബാർക്കോള, പിന്നെ ഒലീസെ, വാട്ട് എ പ്ലെയർ. ആ ചങ്ങായി കേട്ടോ നമ്മുടെ ഈ വേൾഡ് കപ്പിൽ നമ്മുടെ ഫ്രാൻസിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്ന സംഭവം. ആ മധ്യനിരയിലെ ഒലീസെ നിറഞ്ഞാടി കളിക്കുകയാണ്. ഒലീസെ മധ്യനിര നിറഞ്ഞാടി കളിക്കുമ്പോൾ യഥേഷ്ടം ബോളുകൾ എംബാപ്പയ്ക്കും ബാർക്കോളയ്ക്കും ഡുബൈക്കും പിന്നെ ഡംബലയ്ക്കൊക്കെ ബോൾ യഥേഷ്ടം കിട്ടുകയാണ്. പിന്നെ റാബിയോട്ട് കിടിലൻ പ്ലെയറാണ്. ആളെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കാണിക്കുന്ന കാണിച്ചുകൂട്ടിലൊക്കെ ആ ചങ്ങായി ഈവൻ പല സമയത്ത് അറ്റാക്കിങ്ങിലും ഹെൽപ്പ് ചെയ്യുന്നു, ഡിഫൻസിന് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഭംഗിയായിട്ട് റാബിയോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സാലിബ ഉൾപ്പെട്ട ഡിഫൻസ് ഒന്നും പറയാനില്ല. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആഴ്സണലിൻ്റെ നെടുംതൂണുകളിൽ ഒരാളാണ് സാലിബ. ഒന്നും പറയാനില്ല. ഗോൾ കീപ്പർക്ക് പിന്നെ ഇന്ന് വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. വലിയ കാര്യമായിട്ട് പരീക്ഷിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ ഇല്ലയെന്ന് ഞാൻ പറയുള്ളൂ. ആദ്യ പകുതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം നേരിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം വലുതായിട്ടൊരു പരീക്ഷണമൊന്നും ഫ്രാൻസിൻ്റെ ഗോൾ കീപ്പർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന് പകരമായിട്ട് മൊറോക്കൻ ഗോൾ കീപ്പർക്ക് പിടിപ്പത് പണി ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. 48% ബോൾ പൊസിഷൻ ഫ്രാൻസിന്, 52% ബോൾ പൊസിഷൻ മൊറോക്കോയ്ക്കും. അതിലാണ് അല്പമെങ്കിലും മൊറോക്കോ ഒന്ന് മുന്നിട്ട് നിന്നത്. ആ കൂടി 4%. വലിയൊരു ഡിഫറൻസ് ഒന്നും അതിലും പറയാനില്ല. എനിവേ എന്തായാലും ഫ്രാൻസ് മൊറോക്കോയെ തോൽപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ 2022 വേൾഡ് കപ്പ് സെമി ഫൈനലിലായിരുന്നു ഈ 2 ടീമുകൾ ഏറ്റുമുട്ടിയത്, ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ. അതിലും ഫ്രാൻസ് ഭംഗിയായിട്ട് മൊറോക്കോനെ തോൽപ്പിച്ചിരുന്നു. അതുപോലെ ഇപ്രാവശ്യം ഏറ്റുമുട്ടിയത് ക്വാർട്ടർ ഫൈനലാണ്. ക്വാർട്ടർ ഫൈനലിൽ ഭംഗിയായിട്ട് നമ്മുടെ ഫ്രാൻസ് മൊറോക്കോയെ മുട്ടുകുത്തിച്ചു. ഞാൻ ഈ കളിയുടെ മുമ്പ്
ഒരു കളി തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഒരു വീഡിയോ നേട്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കിയവർക്ക് അറിയാം. ടെക്നിക്കൽ വൈസും ക്വാളിറ്റി വൈസും പിന്നെ ഇൻഡിവിജ്വൽ ടാലൻറ്റ് വൈസ് നോക്കുകയാണെങ്കിലും ഫ്രാൻസിനെ കവച്ച് വെക്കാൻ മൊറോക്കോയ്ക്ക് കഴിയില്ല. അമ്മാതിരി ടാലൻറ്റുകളാണ് അവർക്കുള്ളത്. ഞാൻ ഓൾറെഡി നേരത്തെ ഓരോരുത്തർ പേരടക്കം പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഫിസിക്കാലിറ്റി നോക്കുമ്പോൾ ഒന്നും കൂടി ഞാൻ മുൻഗണന കൊടുത്തിരുന്നത് നമ്മുടെ മൊറോക്കോയ്ക്കാണ്. പക്ഷേ ഫിസിക്കാലിറ്റി വെച്ചിട്ട് കളി കളിക്കാൻ പറ്റില്ലല്ലോ. അതിന് ടെക്നിക്കും ഇൻഡിവിജ്വൽ ബ്രില്യൻസും ഒക്കെ കൂടി പറഞ്ഞു. ടീമായിട്ട് ഒത്തിണങ്ങി കളിക്കണം. ആ ഒരു ഒത്തിണങ്ങിയ കളി എന്തായാലും ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പം ഇന്ന് ഫ്രാൻസ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ആധികാരികമായി തന്നെ 2 ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും അതൊരു ആധികാരികമായിട്ട് തന്നെയാണ് ഫ്രാൻസ് യോഗ്യത നേടിയത്. 40 മിനിറ്റിലെ ആദ്യ ഗോൾ അടിച്ച എംബാപ്പെ, ആ ഗോളോട് കൂടി എംബാപ്പെ ഈ ലോകകപ്പിലെ 8 ഗോളോട് കൂടി ടോപ്പ് ഗോൾ സ്കോററായി. മെസ്സിക്കൊപ്പം. മെസ്സിയും 8 ഗോൾ അടിച്ചിട്ടുണ്ട്. എംബാപ്പയും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ 8 ഗോളോട് കൂടി മെസ്സിക്കൊപ്പം 1ാം സ്ഥാനത്തുണ്ട്. അതും കൂടി എടുത്ത് പറയേണ്ടതാണ്. ആ ചെക്കൻ്റെ ആൾക്കൂടി 3ാമത്തെ വേൾഡ് കപ്പാണ്. 20 മേലെയോ ലോകകപ്പുകളിൽ അങ്ങേരും ഗോൾ അടിച്ചിട്ടുണ്ട് എംബാപ്പെ. മെസ്സി അടക്കം 6 ലോകകപ്പിൽ നിന്നാണ് ടോപ്പ് സ്കോററായിട്ട് നിൽക്കുന്നത്. മിക്കവാറും ഈ ലോകകപ്പിലോ അല്ലെങ്കിൽ അടുത്ത ലോകകപ്പിലോ ആ നേട്ടം, മെസ്സിയുടെ നേട്ടം ഇങ്ങനെ തകർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇമാതിരി പെർഫോമൻസ് ആണെങ്കിൽ ഫ്രാൻസിൻ്റെ സെമി ഫൈനൽ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം. നാളെ നടക്കുന്ന സ്പെയിൻ വേഴ്സസ് ബെൽജിയം ആ മത്സര വിജയികളെയാണ് ഫ്രാൻസ് സെമി ഫൈനലിൽ നേരിടാൻ പോകുന്നത്. യമാലിൻ്റെ സ്പെയിൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ തോൽപ്പിച്ച് ക്വാർട്ടർ ഫൈനലിൽ കടന്ന യമാലിൻ്റെ സ്പെയിൻ, ആതിഥേയ രാജ്യങ്ങളിൽ കരുത്തുറ്റ പ്രകടനം കാഴ്ചവെച്ച അമേരിക്കയെ 5-1 തുരത്തിയ ബെൽജിയം, ലൂക്കാക്കു, ഡിബ്രൂയിനെ, ട്രൊസാർഡ്, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ ചങ്ങാതിൽ. വലിയ മിഡ്ഫീൽഡ് ഉണ്ട് കേട്ടോ, കിട്ടില്ല ചങ്ങാതി. അവരൊക്കെ ഉൾപ്പെട്ട സുവർണ തലമുറകളുടെ ഒരു ചെറിയ അംശം അടങ്ങിയ ബെൽജിയം ടീം. ഈ ബെൽജിയവും സ്പെയിനും വെച്ച് നോക്കുമ്പോൾ എന്തായാലും സ്പെയിൻ തന്നെയാണ് മുൻതൂക്കമുള്ളത്. എന്നാൽ പോലെ 90 മിനിറ്റിലെ കളിയാണ്, എന്തും എങ്ങനെ സംഭവിക്കാം. എനിവേ ഈ ബെൽജിയം സ്പെയിൻ മത്സര വിജയികളെ ഫ്രാൻസ് സെമി ഫൈനലിൽ നേരിടും. അതും ഒരു തീപ്പാർന്ന പോരാട്ടമായിരിക്കും. സെമി ഫൈനലാണല്ലോ ഒബ്വിയസ്ലി, തീപ്പാർന്ന പോരാട്ടം തന്നെ അതുമായിരിക്കും.